പ്രിയ ദേവജനമേ, ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നോമ്പ് ദിനമായി ഇന്ന് നാം ചിന്തിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ്. മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിനയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതിപാദനമാണ് ഈ വേദഭാഗം. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. സ്വർഗത്തിലെ മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന ക്രിസ്തുവിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിവരിക്കുന്നത്. ചില പ്രധാന ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ക്രിസ്തുവിൻ്റെ സ്ഥാനത്യാഗവും സ്വയം ശൂന്യവൽക്കരണവും. ദൈവസ്വരൂപത്തിലായിരുന്ന യേശു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ശൂന്യനാക്കി എന്ന് നാം ഇവിടെ വായിക്കുന്നു. താൻ ദൈവമാണെന്ന ഗർവോ പദവിയോ അവൻ കാണിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ സ്വയം താഴുവാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ? പണമോ പദവിയോ വരുമ്പോൾ നാം അഹങ്കരിക്കാറുണ്ടോ? നമ്മുടെ ലൗകിക സുഖ സൗകര്യങ്ങളിൽ നാം നിഗളിച്ചു പോകാറുണ്ടോ? എങ്കിൽ ക്രിസ്തുവിൻ്റെ ഈ താഴ്മ നമുക്ക് വലിയ പാഠമാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെത്താൻ താഴ്ത്തിയ ചില ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യജീവിതങ്ങൾക്കായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച മദർ തെരേസ, കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് അതിലൊരുവനായി മാറി ജീവൻ വെടിഞ്ഞ ഫാദർ ഡാമിയൻ, ഒഡീഷയിലെ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരെ മൂല്യമുള്ള മനുഷ്യജീവിതങ്ങളായി മാറ്റുവാൻ ശ്രമിച്ച് മൃത്യു വരിച്ച ഗ്രഹാം സ്റ്റെയിൻസ്, ഇവരെല്ലാം മറ്റുള്ളവർക്കായി സ്വയം താഴ്ത്തി സമർപ്പിച്ച മനുഷ്യരാകുന്നു. മനുഷ്യകുലത്തിന് ഉന്നമനത്തിനായി സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി വരുവാൻ ക്രിസ്തുവിന് സാധിച്ചു. രണ്ടാമതായി, മരണത്തോളമുള്ള അനുസരണം. അനുസരണം എളുപ്പമുള്ളപ്പോഴല്ല, മറിച്ച് അത് പ്രയാസകരമാകുമ്പോഴാണ് അതിൻ്റെ വില തിരിച്ചറിയുന്നത്. യേശുവിൻ്റെ അനുസരണം വെറും ഒരു വാക്കിലൊതുങ്ങിയില്ല, അത് മരണത്തോളമായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുവാൻ സ്വന്തം ജീവൻ ബലി കഴിക്കാൻ അവൻ തയ്യാറായി. നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ പിറുപിറുപ്പില്ലാതെ എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മൂന്നാമതായി, ക്രൂശിലെ മരണത്തിൻ്റെ അർത്ഥം എന്താകുന്നു? എന്തുകൊണ്ടാണ് പൗലോസ് അതെ, ക്രൂശിലെ മരണത്തോളം എന്ന് എടുത്തു പറയുന്നത്? അന്നത്തെ കാലത്ത് കുറ്റവാളികൾക്കുള്ള ഏറ്റവും ലജ്ജാകരമായ ശിക്ഷാവിധിയായിരുന്നു ക്രൂശ് മരണം. ശാപഗ്രസ്തമായ ആ മരണം യേശു ഏറ്റെടുത്തത് നമുക്ക് ശാപമോക്ഷം നൽകുവാനായിട്ടാണ്. അവൻ്റെ താഴ്ചയാണ് നമ്മുടെ ഉയർച്ചയ്ക്കും രക്ഷയ്ക്കും വഴി തുറന്നത്. ഇതിൽ നിന്ന് ഈ നോമ്പുകാലത്ത് നാം ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങൾ എന്തെല്ലാം? വിനയം ധരിക്കുക, അഹങ്കാരത്തെ വെടിഞ്ഞ് മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി കരുതുവാൻ പഠിക്കാം. ദൈവഹിതത്തിന് കീഴടങ്ങുക, കഷ്ടതകളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ പദ്ധതി ശരിയാണെന്ന് വിശ്വസിച്ച് അവനെ അനുസരിക്കുക. യേശുവിനെ മാതൃകയാക്കുക. പദവികളോ നേട്ടങ്ങളോ അല്ല, വിനീതമായ ഹൃദയമാണ് ദൈവത്തിന് പ്രിയങ്കരം. യേശു തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ടാണ് ദൈവം അവനെ അത്യന്തം ഉയർത്തിയത്. നാം ക്രിസ്തുവിനെ പോലെ ശൂന്യരാക്കപ്പെടുവാൻ തയ്യാറാണോ? വിനയവും സമർപ്പണവും മാതൃകയുമുള്ള ക്രിസ്തീയ വിശ്വാസികളായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.